ന്യൂനപക്ഷ സമുദായത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അരക്ഷിതാവസ്ഥ നേരിടുന്ന ധാരാളം പേർ നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തം സമുദായത്തിലെ ഒരു വിഭാഗം ഭീകരവാദത്തിലേക്ക് തിരിഞ്ഞതിന്റെ പേരിൽ എല്ലാവരുടെയും ജീവിതം സംശയത്തിന്റെ മുൾമുനയിലാകുന്ന ഒരവസ്ഥ. ഏതെങ്കിലും കേസിൽ സംശയത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടതിനു ശേഷം മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി ഇവരെ തടവിന് പുറത്തേക്ക് വിടും. അപ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കും. ഇരകൾക്ക് നിഷേധിക്കപ്പെടുന്ന നീതി, അവസര സമത്വം, ഇത്തരം കാര്യങ്ങളിൽ നിലവിൽ തന്നെ ധാരാളം ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ ചർച്ചകളിലേക്ക് കവർ സ്റ്റോറിയും പങ്കുചേരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ജനാധിപത്യ രാജ്യം എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കളികളും ഭൂരിപക്ഷം ജനങ്ങൾ അംഗീകരിക്കുന്ന എന്ന അർത്ഥത്തിലെ പൊതുമനസ്സും മാത്രമാണ്. അതിനപ്പുറം യോജിക്കുന്നവർക്കും വിയോജിക്കുന്നവർക്കുമുള്ള സമാന സ്ഥലം, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നീതി കിട്ടാനുള്ള അവസരം, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം, ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയും ജനാധിപത്യ രാജ്യമാണ്. മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഫെഡറലിസം എന്ന സംസ്ഥാന സ്വയംഭരണാധികാരം കൃത്യമായി വേർതിരിച്ച ഭരണഘടനയുള്ള ജനാധിപത്യം. രാജ്യത്താകെയുള്ളത് ഒരു നിയമവ്യവസ്ഥ, ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPC. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ, ചില വ്യക്തികളുടെ കാര്യങ്ങളിൽ, ചില സംഭവങ്ങളിൽ, അവിടെയൊക്കെ തുല്യനീതി എന്ന പൊതുതത്വം ഒരൽപ്പം ഉയർന്ന തുല്യതയ്ക്ക് വഴിമാറും. സ്വൈരവും സമാധാനവുമായ ജീവിതത്തിന് പൌരന്മാർക്ക് വഴികാട്ടിയാവേണ്ട നിയമവ്യവസ്ഥ എവിടെയൊക്കെയോ കൈവഴികളിലേക്ക് സഞ്ചരിക്കുന്ന ഈ കാഴ്ച ഒരുപാട് തവണ നാം കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. എല്ലാം കണ്ടാലും ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായമായ അവസ്ഥയുമുണ്ട്. അബ്ദുൽ നാസർ മാദനി എന്ന PDP നേതാവിന്റെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. ബംഗളൂരു സ്ഫോടനക്കേസിൽ അറസ്റ്റിലായ മാദനി 2 കൊല്ലമായി ജയിലിലാണ്, വിചാരണ തടവ്. കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ 9 കൊല്ലത്തോളം ജയിലിൽ കിടന്ന് കുറ്റവിമുക്തനായ മാദനി കേരള രാഷ്ട്രീയത്തിൽ ഇടതോരം ചേർന്ന് സജീവമായി വന്ന സമയത്താണ് ബംഗളൂരു സ്ഫോടനക്കേസിൽ അകത്താകുന്നത്. കടുത്ത പ്രമേഹം മൂലം കാഴ്ചശക്തി കാര്യമായി കുറഞ്ഞു. മറ്റൊരുപാട് ശാരീരിക അസ്വസ്ഥതകൾ അലട്ടുന്നു. എളുപ്പത്തിൽ പറയാവുന്ന മാദനിയുടെ ആരോഗ്യസ്ഥിതിയാണിത്. കൊല്ലം 2 മാദനിക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. ജാമ്യം നിഷേധിക്കുന്നതിന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒന്നും വ്യക്തമായ ഒരു കാരണവും പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഏത് പ്രതിക്കും ജാമ്യം എന്നുള്ളത് ഒരു ഘട്ടം കഴിയുമ്പോൾ അവകാശമാണ്. അതിന് ചില കാരണങ്ങളൊക്കെ കൊണ്ട് അന്വേഷണത്തിന് തടസ്സമുണ്ടാവരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, വിചാരണയ്ക്ക് ആ പ്രതിയെ കിട്ടണം, ഒളിച്ചു പോകരുത്. ഈ എല്ലാ കാര്യങ്ങളും മദനിക്ക് അനുകൂലമാണ്. പക്ഷെ എന്നിട്ടും ജാമ്യം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജാമ്യ ഹർജിയിൽ വാദം കേൾക്കാൻ പോലും ജഡ്ജിമാർ വിസമ്മതിക്കുകയാണ്. ഒരു കോടതിയല്ല, സുപ്രീം കോടതി ഉൾപ്പെടെ. ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു മാത്രമാണ് ഒരിക്കൽ മദനിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷെ അതും ജാമ്യത്തിന് സഹായകമായില്ല. മതത്തിന്റെ പേരിൽ ഇരകളാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ ഗൌരവപൂർണമായ ഇടപെടലുകൾ വേണം എന്ന ചർച്ചകൾ തുടങ്ങിയിട്ട് നാളേറെയായി. ഭൂരിപക്ഷ പ്രീണനം നടത്തുന്ന മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളൊന്നും ഇക്കാര്യത്തിൽ ഇതുവരെ കാര്യമായി ഇടപെട്ടിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ അവഗണനയിൽ പങ്കാളികളായി. ഒടുവിലിപ്പോൾ CPM ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചെറിയൊരു കാൽവെപ്പ് അവർ നടത്തി. ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ, എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു കാൽവയ്പ്. രാജ്യമെങ്ങുമായി നിരവധി സ്ഫോടന കേസുകളിൽ ഒരുപാട് പേർ പിടിയിലാകുന്നുണ്ട്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എന്ന ഓമനപ്പേരിൽ പറയുന്ന ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരും ധാരാളമായി ഇക്കൂട്ടത്തിൽപ്പെടുന്നു. മതം അതിൽപ്പെടുന്ന ഒരാളിന് ജന്മനാ കൈവരുന്ന ഒരു ലേബലാണ്. പിന്നീട് വളർന്നു വലുതാകുമ്പോൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. പക്ഷേ ഒരാൾക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അത് ഓർമ്മിക്കാതെ വയ്യ, പറയാതെ വയ്യ. നമ്മുടെ ജീവിതാവസ്ഥ അതിന് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഛായ ബാബറി മസ്ജിദിനു മുമ്പും പിമ്പും 2ആണ്. രാജ്യം നടുങ്ങിയ സ്ഫോടനങ്ങളും ഭീകരാക്രമണവും പൊതുമനസ്സിനെ വല്ലാതെ ബാധിച്ചപ്പോൾ അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിച്ച സംഘടിത ശക്തികൾ ആ ഛായയെ കൂടുതൽ വികൃതമാക്കി. അതിന്റെ അനന്തരഫലമാണ് പലപ്പോഴും നിരപരാധികളായ പൌരന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ. ഇസ്ലാം മതം എന്ന ലേബൽ പലപ്പോഴും ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അതൊരുപക്ഷെ അത്ര പ്രകടമല്ല എങ്കിലും.
ഈ അരക്ഷിതാവസ്ഥയും നിസ്സഹായാവസ്ഥയും മുതലെടുക്കുന്നത് അതേ സമുദായത്തിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളാകുമ്പോൾ പൊതുപിന്തുണ കുറയുകയും ചെയ്യും. വൈകിയാണെങ്കിലും CPM അത് തിരിച്ചറിഞ്ഞു. ഇരകളാക്കപ്പെട്ടവർക്ക് നീതി തേടി അത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് CPM സംഘം രാഷ്ട്രപതിയെ കണ്ടു. We have pointed out to him there are cases all over the country, in Delhi, in UP, in Maharashtra, in Karnataka and other places where Muslim youth have been picked up, kept in jail, they have been charged, and after a number of years they are being released by the courts, acquitted. The courts have given verdicts saying there is no evidence against them. In such cases, we want that the government adopt a policy of providing for compensation and rehabilitation of such affected people. Secondly, by fabricating such cases, instituting false cases, the real culprits are escaping. And therefore we want a time-bound trial of such cases in special courts so that within a year these cases are decided. We have presented before the President 3 cases where 3 young men were arrested. 2 were kept in jail for 14 years each in Delhi. And then the courts have acquitted them. വലതും ഇടതും കളം മാറിച്ചവിട്ടി രാഷ്ട്രീയം കളിച്ചിട്ടുള്ള അബ്ദുൽ നാസർ മാദനി എന്ന രാഷ്ട്രീയ നേതാവ് ഇന്ന് നിരാശ്രയനാണ്. കർണാടക ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച അബ്ദുൽ നാസർ മാദനി 2 വർഷമായി ജയിലിലാണ്. അടുത്തെങ്ങും ജാമ്യം കിട്ടും എന്ന പ്രതീക്ഷ മാദനിക്കും ബന്ധുക്കൾക്കുമില്ല. ചികിത്സ നിഷേധിക്കപ്പെടുന്നു, ആവശ്യമായ സൗകര്യങ്ങൾ കിട്ടുന്നില്ല, ജാമ്യം പോലും ലഭിക്കുന്നില്ല എന്ന അബ്ദുൽ നാസർ മാദനിയുടെ ആവലാതി നമ്മുടെ നാട്ടിലെ മുന്നണികളുടെ ചെവിയിൽ എത്തുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മദനിയുടെ മനുഷ്യാവകാശത്തെപ്പറ്റി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നത്? അബ്ദുൽ നാസർ മാദനി ബംഗളൂരു സ്ഫോടനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടോ എന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ചിലരുടെ മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയുമൊക്കെ അടിസ്ഥാനത്തിൽ മാദനി പ്രതിയായി. ഇനി വിചാരണ നേരിടണം. കീഴ്ക്കോടതി തീരുമാനത്തിൽ മേൽക്കോടതി അന്തിമ തീർപ്പാക്കിയാലേ മാദനി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനാവൂ. പക്ഷേ ആ തീർപ്പിന് വർഷങ്ങളെടുക്കും. അതുവരെ അബ്ദുൽ നാസർ മാദനി ജയിലിൽ തന്നെ കഴിയണം എന്ന് നിയമവ്യവസ്ഥയിൽ പറയുന്നില്ല. ജാമ്യം നൽകലാണ് പൊതുനിയമം. ജാമ്യനിഷേധം അപൂർവമായ ഒഴികഴിവും. ഒരു അന്യ സംസ്ഥാനമാണ്. അവിടെ ഗവൺമെന്റ് വളരെ ശക്തമായി, അത് BJP ഗവൺമെന്റാണ്, മദനിയുടെ ജാമ്യ അപേക്ഷയെ എതിർക്കുന്നു. മദനിയെ ഒരു കൊടും ഭീകരനായി അവർ കോടതിയിൽ ചിത്രീകരിക്കുന്നു. അതിന്റെ സ്വാധീനത്തിൽ നിന്ന് ജഡ്ജിമാർ മോചിതരാകുന്നില്ല, അല്ലെങ്കിൽ അതിൽ അകപ്പെട്ടു പോകുന്നു. നിർഭാഗ്യകരമായ അവസ്ഥ. സമാനമായ കുറ്റാരോപണമാണ് കോയമ്പത്തൂരിലും മദനിക്കെതിരെ ഉണ്ടായിരുന്നത്. കോയമ്പത്തൂർ കുറ്റപത്രത്തിൽ കോയമ്പത്തൂർ എന്നത് മാറ്റി ബാംഗ്ലൂർ എന്നാക്കിയെന്നും വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെയും ജാമ്യം കിട്ടാതെ 9.5 വർഷം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. ആദ്യമേ കുറ്റം സമ്മതിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ അത്രയും വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല. മാത്രമല്ല, ശിക്ഷിക്കപ്പെട്ട തടവുകാരന് ജാമ്യവും പരോളും ഒക്കെ ലഭിക്കുമായിരുന്നു. ഇവിടെയും മദനിയുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം പൂർണ്ണമായി തെളിഞ്ഞാൽ തന്നെ 5 വർഷം ആണ് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ശിക്ഷ. കൊല്ലത്ത് മദനിയെ അറസ്റ്റ് ചെയ്യുന്നതുവരെ മദനിക്കൊപ്പം രാഷ്ട്രീയം പറഞ്ഞവരും എതിർത്തു പറഞ്ഞവരും കഴിഞ്ഞ 2 കൊല്ലമായി അബ്ദുൽ നാസർ മാദനി എന്ന വാക്കു പറഞ്ഞിട്ടില്ല. അതിതീവ്രമായ നിലപാടുകളും പ്രകോപനപരമായ പ്രസംഗങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തി മദനി ISS എന്ന സംഘടന വളർത്തി ഒരു കാലത്ത്. ആ വിത്തിൽ നിന്ന് മുളപൊട്ടിയ തീവ്ര നിലപാടുള്ള സംഘടനകൾ ഇന്ന് നാടാകെ വേരുറപ്പിച്ചിട്ടുണ്ട്. മാദനി എന്ന് അവർ എപ്പോഴും പറയുന്നുമുണ്ട്. അതുപക്ഷെ അബ്ദുൽ നാസർ മാദനി എന്ന നാം ഒടുവിൽ കണ്ട അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പഠിച്ചു, പണ്ട് കുറെ തെറ്റുകൾ വന്നുപോയി എന്നേറ്റുപറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരന് ഗുണം ചെയ്യാത്ത സഹായങ്ങളാണ്. മാദനി പ്രശ്നത്തിൽ സമുദായാംഗങ്ങൾക്കും അതൃപ്തിയുണ്ട് എന്ന് ഒടുവിൽ പക്ഷേ മുസ്ലിം ലീഗ് തിരിച്ചറിഞ്ഞു. കോടതിയിൽ കിടക്കുന്ന കേസിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗിന് ഇവിടെ എന്ത് ചെയ്യാൻ നോക്കും? മുസ്ലിം ലീഗിന് പിന്നെ ഇത് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ UDF ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ അദ്ദേഹത്തെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഗവൺമെന്റ് തലത്തിലൊക്കെ പോയിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി കുഞ്ഞാലി സാഹിബൊക്കെ അതിൽ ഇടപെട്ടിട്ടുള്ളതാണ്.
അദ്ദേഹത്തിന്റെ പാർട്ടിയോ അദ്ദേഹത്തിന്റെ സംഗതി അതിലൊക്കെയുള്ള സംഗതിയൊക്കെ വേറെ, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഇതിൽ മനുഷ്യാവകാശ പ്രശ്നം അദ്ദേഹത്തിന്റെ സംഗതിയിലുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മദനി അടക്കമുള്ള ആളുകളുടെ സംഗതിയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് എന്നുള്ള നിലയിൽ കിടക്കുന്ന ആളുകളുടെ കാര്യത്തിൽ സജീവമായിട്ട് ചർച്ചകൾ രാജ്യത്ത് ഉയർന്നു വരണം. അത് പിന്നെ ജുഡീഷ്യൽ ലെവലിൽ അതുപോലെ തന്നെ ഗവൺമെന്റ് ലെവലിലൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു പൊതുവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതി. സ്പീഡി ട്രയൽ എന്ന മൗലികമായ അവകാശം മദനിക്ക് നിഷേധിക്കപ്പെടുന്നു. റൈറ്റ് ടു ബെയിൽ, ജാമ്യത്തിനുള്ള അവകാശം, അത് നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ പല രീതിയിലും വളരെ കൊടിയ ക്രൂരമായ നീതി നിഷേധത്തിന്റെ ഇരയായി അബ്ദുൽ നാസർ മദനി മാറിയിരിക്കുകയാണ്. ജീവപര്യന്തം ശിക്ഷ കിട്ടിയവരെ 5 കൊല്ലം കൊണ്ട് മോചിപ്പിച്ച ജയകൃഷ്ണൻ വധക്കേസ്. 1 കൊല്ലം തടവ് ശിക്ഷ കിട്ടിയിട്ടും ആശുപത്രിയിൽ താമസിപ്പിക്കുകയും പിന്നെ പരോളിൽ വിടുകയും ചെയ്ത ബാലകൃഷ്ണപിള്ള. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ്. ISRO ക്യാമ്പസിൽ വ്യാജപ്പാസുണ്ടാക്കി കടന്ന സ്ത്രീക്ക് ജാമ്യം കൊടുത്തു. സംഭവത്തിലെ ദുരൂഹതകൾ ബാക്കി നിൽക്കെ തന്നെ. ബന്ധുക്കളെ കൂടെ നിർത്തി വിശ്വാസമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള അബ്ദുൽ നാസർ മദനിയുടെ ആവശ്യം പക്ഷേ അംഗീകരിക്കപ്പെട്ടില്ല. ഗാസയിലെയും സിറിയയിലെയും കൂട്ടക്കൊലയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പട്ടിണിയിലും പ്രതിഷേധിക്കുന്ന കേരളീയരുടെ പ്രബുദ്ധത ഇക്കാര്യത്തിലും ഉണരണം. നീതി കിട്ടുക എന്ന പൌരാവകാശം നാളെ നമ്മൾ ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടേക്കാം. സൌകര്യമുള്ളതു മാത്രം ഓർമ്മിക്കുകയും ശല്യമില്ലാത്തതു മാത്രം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ദേശീയം എന്ന് വിളിക്കുന്ന മാധ്യമങ്ങളുടെ മനസ്സിലേക്കും നമുക്ക് കനൽ കോരിയിടാൻ കഴിയും. ബാൽ താക്കറെയെയും അബ്ദുൽ നാസർ മദനിയെയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ 2 ചിഹ്നങ്ങളായി കണക്കാക്കാം. സമുദായത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ മാത്രമല്ല അത്. രണ്ടുപേരും പ്രാദേശിക പാർട്ടികളുടെ നേതാക്കൾ. ഒരാൾക്ക് വലിയ സ്വാധീനം, ഒരാൾക്ക് ചെറിയ സ്വാധീനം. സ്വാധീനത്തിന്റെയും ശക്തിയുടെയും അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷേ നിയമവ്യവസ്ഥകളും നീതിയും രണ്ടുപേർക്കും തുല്യമായി കിട്ടേണ്ടിയിരുന്നു. ഒരാളുടെ പക്കലേക്ക് എല്ലാം ഒഴുകിയെത്തി. പേടിപ്പെടുത്തലിന്റെയോ സ്വാധീനത്തിന്റെയോ ബലത്തിലായിരിക്കാം. മറ്റേയാളുടെ പക്കൽ നിന്ന് എല്ലാം വഴിമാറിപ്പോകുന്നു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇത് നല്ലതാണോ? എല്ലാവരും ചിന്തിക്കേണ്ടതാണ്.